ന്യൂ ഇയർ ആയിട്ട് നട്ടപ്പാത്തിലേക്ക് ഞങ്ങളുടെ സെലിബ്രേഷൻ ആണ് കേട്ടോ. നല്ല ബീഫും പത്തിരിയും ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് പൊളി. നാട്ടിൽ നിന്ന് വന്നിട്ടേ 3 ദിവസം കഴിഞ്ഞിട്ടോ ആദ്യത്തെ ബീഫും പത്തിരി എത്തിയിട്ടുണ്ട്. അനിയൻ നാട്ടിൽ പോയിട്ട് വന്നിരുന്നു. ഇതാ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പൂളക്കലപ്പവും ബീഫും പത്തിരി, പിന്നെ കുറച്ച് എൻ്റെ പ്രാന്ത് ചെടികളും ഉണ്ട് കേട്ടോ. കേട്ടോ അപ്പം ഇതാണ് പൂളക്കലപ്പട്ട. ഇവിടെ വാ, നമ്മൾ ഇത് തള്ളന് കേട്ടിട്ടുള്ള ഈ പൂളക്കലപ്പത്തിനെ കുറിച്ചിട്ട്. ഇവിടെ വാ വാ, ഇതാണ് ലത് പൂളക്കലപ്പം. ഞങ്ങളുടെ വീട്ടിൽ മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പം. ജസ്റ്റ് നോക്ക്. കറി വേണം? അല്ല ഒട്ടകം അടിപൊളി. വീട്ടിൽ നിന്ന് കൊടുത്താൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പറയും. മണ്ണും പടലേക്കാണ് കേട്ടോ. മണി പ്ലാന്റ് ആണ്. ഈ മണി പ്ലാന്റ് ഞാൻ റൂമിലേക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, പച്ചപ്പിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇതാണ്ട ഒന്ന് കാണിച്ചു കൊടുത്തേടാ. കുറേ ഉണ്ടാവടി. മണി പ്ലാന്റും ഉണ്ട്, പിന്നെ സിങ്കോണിയും ഉണ്ട്. ഓക്കെ, പിന്നെ ബീഫും പത്തിരിയും അവിടെ റെഡി ആവുന്നുണ്ട്. ഇന്ന് പൊള്ളിയാണ് ന്യൂ ഇയർ. ഇന്ന് ഞങ്ങളുടെ ന്യൂ ഇയർ ഉമ്മ ഉണ്ടാക്കിയ പത്തിരി, കുഞ്ഞാളുണ്ടാക്കിയ ബീഫും. പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ബീഫ് ഉണ്ടാക്കിയത് കുഞ്ഞാളാണെന്നുള്ളത് പറയണേ എന്നുള്ളത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതും ഒരു രക്ഷയില്ല കേട്ടോ. ചൂടാക്കുമ്പോൾ 2 പീസ് എടുത്ത് കഴിച്ചപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയി. കുളി കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. വയൽ വേണം. അപ്പോഴേക്കും ഇതൊന്ന് സെറ്റാക്കട്ടെ. ന്യൂ ഇയർ ആയിട്ട് നട്ടപ്പാത്തിലേക്ക് ഞങ്ങളുടെ സെലിബ്രേഷൻ ആണ് കേട്ടോ. നല്ല ബീഫും പത്തിരിയും ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് പൊളി. അടിപൊളി. അപ്പൊ ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും അടുത്ത ആള് വരുന്നവരുടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.